അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അബൂ ഇബ്രാഹിം അബ്ദുറഹ്മാനുബ്നു അബി ഔഫ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു യുദ്ധദിനം ഉച്ചയ്ക്ക് ശേഷം തൻ്റെ ജനപദങ്ങളെ നേരിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും ശത്രുക്കളെ നേരിടണം എന്ന് ആഗ്രഹിച്ചുകൂടാ. ആരോഗ്യമുള്ള ജീവിതത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്ങാനും ശത്രുക്കളെ നേരിടേണ്ടുന്നൊരു സാഹചര്യം വന്നാലോ അവിടെ സധൈര്യം അവരെ നേരിടുകയും ചെയ്യണം. യുദ്ധത്തിൻ്റെ വാളുകളുടെ നിഴലുകൾക്ക് കീഴിലാണ് സ്വർഗം എന്നറിയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് യാചിച്ചു, ഗ്രന്ഥം അയച്ചവനായ റബ്ബേ, മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നവനായ നാഥ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന രക്ഷിതാവേ, നീ ഈ ശത്രുക്കൾക്കെതിരിൽ ഞങ്ങൾക്ക് വിജയം നൽകുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനമുള്ള, ശാന്തിയുള്ള, സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷമാണ് അവൻ എപ്പോഴും കാക്ഷിക്കേണ്ടത്. എന്നാൽ അവൻ്റെ വിശ്വാസത്തെയും അവൻ്റെ ജീവിതത്തെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ശത്രുക്കൾ സംഘമായി വരികയും അവരെ നേരിടുകയും ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അലസമായി മാറി നിൽക്കാതെ, പരാജിത സാഹചര്യത്തെ തിരഞ്ഞെടുക്കാതെ സധൈര്യം ചങ്കുറ്റത്തോടുകൂടി നേരിടുവാൻ ഒരു സത്യവിശ്വാസി പ്രാപ്തനാകുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജാഗ്രതാപൂർണമായൊരു ജീവിത സാഹചര്യമായിരിക്കണം എപ്പോഴും ഒരു സത്യവിശ്വാസിയുടേത് എന്നർത്ഥം. അപ്പോൾ ശാന്തിയോടെ, സമാധാനത്തോടെ സുഖകരമായ ജീവിതം നയിക്കുന്ന സൗഭാഗ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി യത്നിക്കേണ്ടതുണ്ട്. എങ്ങാനും ശത്രുക്കളെ നേരിടേണ്ട സാഹചര്യം വന്നാൽ അവിടെ ഉറച്ചു നിന്നും വിജയം വരിക്കുന്നതിന് വേണ്ടിയുള്ള യത്നം നമ്മൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അത്തരത്തിൽ സൂക്ഷ്മതയോടെ, സമാധാനത്തോടെ, ജാഗ്രതയോടെ ജീവിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.